ഹലോ ഓൾ, സ്റ്റാർ ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് യൂസ്ഡ് ഡൈപ്പേഴ്സ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതുമായിട്ടാണ്. നമുക്ക് യൂസ്ഡ് ഡൈപ്പേഴ്സ് എങ്ങനെ സേഫായിട്ട്, ഭൂമിക്ക് കേടൊന്നുമില്ലാതെ ഈ യൂസ്ഡ് ഡൈപ്പേഴ്സ് എങ്ങനെ നമുക്ക് സേഫായിട്ട് ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ മോളുടെ കുറച്ച് യൂസ്ഡ് ഡൈപ്പേഴ്സാണ്. ഇതെങ്ങനെ നമുക്ക് സേഫായിട്ട് ഡിസ്പോസ് ചെയ്യാൻ നോക്കാം. കുറച്ച് ആവശ്യമില്ലാത്ത ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് യൂസ്ഡ് ഡൈപ്പേഴ്സൊക്കെ കീറി അതിൽ ജെല്ലൊക്കെ ഇടുക. അതിലേക്ക് ഉപ്പും ചേർക്കുക. ജെല്ല് കീറിയിട്ടിട്ട് അതിൽ ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ജെല്ല് കീറിയിടുക, ഉപ്പ് ചേർക്കുക. പാകത്തിന് ചേർത്താൽ മതി. ഞാൻ കുറച്ചധികം മഴയായതുകൊണ്ട് കുറച്ചധികം ഡൈപ്പേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചധികം ഉപ്പിട്ടത്. അപ്പോൾ പാകത്തിന് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഒരു 2-3 ദിവസം കൊണ്ട് നല്ല വെള്ളമായി കിട്ടും. നമുക്കത് ഒഴിച്ച് കളയാം. അല്ല, നിങ്ങൾക്കത് എന്തെങ്കിലും തെങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഭൂമിക്ക് വലിയ കേടൊന്നുമില്ലാതെ അങ്ങനെ പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. ബാക്കി വരുന്ന വേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഉണക്കിയിട്ട് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം കത്തിക്കുകയോ, കത്തിക്കാൻ പറ്റാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്കോ ആക്കെ, അങ്ങനെ പറമ്പോ അങ്ങനെയൊന്നും ഇല്ല, നമുക്കിത് കത്തിക്കാൻ ഓപ്ഷനൊന്നുമില്ല എന്നുള്ളവർക്ക് ഹരിതകർമ്മസേനയ്ക്ക് കഴുകിയിട്ട് നല്ലൊരു കവറിലൊക്കെ ആക്കി ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും. ഇല്ല, ഇങ്ങനെ കത്തിക്കാൻ പറ്റുമോ എന്നുള്ളവർക്ക് ഇതുപോലെ നമുക്ക് കത്തിക്കാവുന്നതാണ്. ഞാനിത് കുറച്ച് ദിവസം മുന്നേ ഉണക്കി എടുത്ത് വെച്ചതാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കത്തിക്കുന്നതാണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് കത്തിപ്പോകുന്നതാണ്. അപ്പോൾ നമുക്കിത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് യൂസ്ഡ് ഡൈപ്പേഴ്സ് ഡിസ്പോസ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഭൂമിക്ക് ഭാരമായിട്ട്, അല്ലെങ്കിൽ ഭൂമിക്ക് കേടായിട്ട് അവിടെ ഇവിടെ ഒന്നും ഡംപ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ സുരക്ഷിതമായി തന്നെ ഇത് ഡിസ്പോസ് ചെയ്ത് കളയാവുന്നതാണ്.